ഹലോ ഹലോ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഹോട്ട്സ്പോട്ട് എന്ന സ്ഥലം പോയി. ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്യുക ഫസ്റ്റ്, റോ ആട്ടോ, കുക്ക് ചെയ്യാത്തത്. രണ്ട് പാത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ചെമ്പ് ആ പാത്രം നിറയ്ക്കുക. സീ ഫുഡാ നിറയ്ക്കണ്ടല്ലേ, നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇത് അവിടെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് അവര്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു, ഇതൊക്കെ പച്ചയായിട്ടുള്ള സാധനങ്ങളാണേ. ഇതെല്ലാം പച്ചയാണ്. നമുക്ക് ആവശ്യമുള്ള എരുന്തെടുത്ത് ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് അങ്ങ് വരെ നിറച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ആ പാത്രം ഇഷ്ടമായി. കല്ലുമ്മക്കായി. അതെ, കല്ലുമ്മക്കായി. നമ്മളെ മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ പറയാ. അപ്പോൾ അത് കഴിഞ്ഞ് എരുന്ത് ലാസ്റ്റാണ് വന്നത്, ഞാൻ പറഞ്ഞ സാധനം. സോറി, ചെമ്മീൻ എടുത്തു. അങ്ങനെ എന്തല്ല ഇത് പൊന്നോ എന്താ വെച്ചാൽ സീ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയിട്ട് സെലക്ട് ചെയ്യുക. സീ ഫുഡ് മാത്രമല്ല ഉണ്ട്. അതെ, നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തൂക്കിയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നൂഡിൽസും, നമുക്ക് സൂപ്പ് വേണമെങ്കിൽ സൂപ്പ് പറയാം, അല്ലെങ്കിൽ ഡ്രൈ. അപ്പോൾ ഓരോ ഐറ്റംസ് പറഞ്ഞു കൊടുക്കും. കൂണുണ്ട്, പിന്നെ കൂണ് പല ടൈപ്പിലുള്ള കൂണുണ്ട്. ചെമ്മീനുണ്ട്, കാടമുട്ടയുണ്ട്, കടുക്കുണ്ട്, കൂന്തള്, എരുന്ത്, അങ്ങനെ പച്ചക്കല്ല ഒന്നുമില്ല. ചെറിയ മുള പച്ചക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം കുറേശ്ശെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പോയൊരു സ്ഥലമാണിത്. ഭയങ്കര തിരക്കാട്ടോ. അപ്പം ഞങ്ങളെല്ലാം കൂടി ഇതെടുത്ത് കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത്, ഒരാൾ മുട്ട കൊണ്ട് എന്തോ ഉണ്ടാക്കിയ സാധനമാണ് അത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. നന്ദു ഇവിടുന്ന് വീഡിയോ എടുക്കുകയാണ്, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാണ് അവൾ. വീഡിയോ എടുത്തിട്ട് നമ്മൾ യൂട്യൂബർമാർക്കൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് തൂക്കുന്നത്. ഇവിടെ വന്ന് അല്ലേ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂക്കും. എന്നിട്ട് ചോദിക്കും ഈ പിന്നെ എത്ര എരിവാണെന്ന്. നമുക്ക് പറഞ്ഞു ആ എരിവിൽ അവരുണ്ടാക്കി. എരിവ് വേണോ, എത്ര സൂപ്പ് വേണോ. ഇവിടെ പല സൈസുള്ള സൂപ്പുകളുണ്ട്, പല ടൈപ്പുകളിലുള്ളത്. അപ്പോൾ നല്ല എരിവുള്ളതുണ്ട്, എരിവില്ലാത്തതുണ്ട്. അത് തൂക്കി അവർ പിന്നെ അവരുടെ കിച്ചണുണ്ട്, അവിടേക്ക് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ കണക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരാൾ. സൂപ്പറായിട്ടാ, നല്ല ഫ്രഷായ സാധനമാണ്. നമ്മളെ അതിന് പെട്ടെന്ന് കുക്ക് ചെയ്യും, ഒരു 10 മിനിറ്റുള്ളിൽ. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ നമ്പറൊക്കെ തന്ന്. ഇത് ടേബിളിൽ പോയിരിക്കുന്ന നമ്പറാണ്. ടേബിളിലല്ല, ഭക്ഷണത്തിന്റെ നമ്പറാണ് ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇത് ചട്ടിനികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അതായത് സോസുകൾ പലതരമുണ്ട്. പലതരം സോസാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ലാസ്റ്റ് ഐസ്ക്രീമും ഫ്രീ ആയി കിട്ടും. അപ്പൊ ഞങ്ങളിത് ഓരോന്ന്, എനിക്കൊന്നും അറിയില്ല, എന്തെല്ലോ എടുത്തിട്ടുണ്ട്. കുറെ പഞ്ചസാര ഇട്ട്, കുറെ ഉപ്പിട്ട്, കുറെ മുളകിട്ട്, പിന്നെ കുറെ വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ആക്കി. ഇതാണ് ഞങ്ങളുടെ 10 മിനിറ്റ് കൊണ്ടായി വന്നിട്ടുണ്ട്. എന്റെ മോനെ വലിയ ചെമ്പുലായിട്ടുള്ളവരുണ്ടല്ലോ, ഇത് മുഴുവൻ തിന്നോ? ഇതൊന്നും നമ്മൾ കഴിച്ചില്ല. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്. അതാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പോവാ. ഇതാണ് ഇത് ഡ്രൈ നന്ദനേൻ്റെ. അപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ വന്നിട്ടില്ല. അത് മുളക് എന്തോ രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അത് ഉണക്കമുളക് ചമ്മന്തിയ പോലെ ഉണ്ട് നമ്മളെ നാട്ടിലെ. എനിക്ക് ഈ കോല് വെച്ച് തിന്നാനൊന്നും അറിയില്ല. എനിക്ക് ആകെ സ്പൂണും മറ്റേ വിരൽ പോലുള്ള സ്പൂണും. അതാണ്ട് ഒരാള് കോല് വെച്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് അതൊന്നും പിടിക്കില്ല. എന്തോ ആവട്ടെ. ഇപ്പൊ ഞങ്ങൾ അതൊക്കെ സൂപ്പറായിട്ട്, ഞങ്ങളിത് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് കളറ്, അതായത് ഇത് ചോക്ലേറ്റും അല്ല, ഒരു പീനട്ട് ബട്ടറിന്റെ ഒരു ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ആണ്. എന്തായാലും നമ്മുടെ അനുഭവം അടിപൊളി അനുഭവമായിരുന്നു. നല്ല സീ ഫുഡ്, നല്ല ഭക്ഷണം, നല്ല ആംബിയൻസ്. ഇനി വീണ്ടും പറയാം, ഇത് കാനഡയിലാണ്. മലയാളികൾ നമ്മളെ നാട്ടുകാർ കാണുക വെച്ചാൽ ഇത്. ഓക്കെ, ബൈ എല്ലാവർക്കും. താങ്ക് യു.